ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരുന്നുവെന്ന് കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിലൂടെ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നതിലും ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായിട്ടൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. ആ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടത് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ലിപ്സി, എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നു? പ്രൈസ് ലോർഡ്. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഞങ്ങളോട് സംസാരിക്കുന്നതിൽ നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അത് കേൾവിക്കാർക്ക് ഒത്തിരി അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നപ്പാ, അങ്ങയെ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. കൂടെ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ സംസാരിപ്പാൻ, അങ്ങയുടെ നാമം ഹല്ലേലൂയ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ, കേൾവിക്കാർക്ക് ഹല്ലേലൂയ കർത്താവിനോട് അടുക്കുന്നതിന് എല്ലാം ഇത് മുഖാന്തരമായി തീരുവാൻ പരിശുദ്ധ കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഞങ്ങളെ ഇരുത്തിയാട്ടാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. നമ്മോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ. എൻ്റെ പേര് ലിപ്സി എന്നാണ്. ഞാനിപ്പം ജോയിൻ ചെയ്തേക്കുന്നത് US-ൽ നിന്നാണ്, ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. നാട്ടില് എൻ്റെ വീട് പത്തനംതിട്ടയാണ്. എൻ്റെ വിവാഹം ചെയ്തേക്കുന്നത് അങ്കമാലിയിലാണ്. എനിക്ക് പേരൻസും 2 ബ്രദേഴ്സും ആണ് ഉള്ളത്. അവരൊക്കെ ഒരാള് ഫ്രാൻസിലും ഒരാൾ UK-ലൊക്കെ സെറ്റിൽ ആയിരിക്കുന്നു. ഓക്കെ ഓക്കെ, എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ. ഓക്കെ, ഇനി ഞാനുള്ള സമയം ലിപ്സിക്ക് നൽകി തരികയാണ്. ലിപ്സിയെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളൊക്കെ കേൾക്കാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ ഇരിക്കുന്നു. അതിനായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ലിപ്സിയെ ഈ ചാനലിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ലിപ്സി. താങ്ക് യു ആൻറ്റി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാന് ഒരു യാക്കോബ കുടുംബത്തിലാണ് ജനിച്ചത്. എങ്കിലും എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ ഈ രക്ഷയിലേക്ക് വരുവാനും കർത്താവിനെ ഈ ബന്ധിക്കോസ് അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ 15ാമത്തെ വയസ്സിൽ എനിക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും അഭിഷേകത്തിൽ നിറയുവാനൊക്കെ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ചർച്ചിലൊരു ഫാസ്റ്റിംഗ് പ്രേയറിന്റെ സമയത്താണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. എനിക്ക് ചെറിയ പ്രായം മുതലേ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു രോഗത്താൽ ഞാൻ വളരെയധികം ഭാരപ്പെട്ടിരുന്നു. ഏകദേശം എല്ലാ മാസവും ഞാൻ ആന്റിബയോട്ടിക് എടുക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഡിസംബർ മാസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുന്നത്. ആ ഫാസ്റ്റിംഗ് പ്രേയറിലാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. എന്നാൽ ആ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ 2ാമത്തെ ദിവസം ഞാനിങ്ങനെ ആ സമയത്ത് എനിക്ക് ടോൺസിലൈറ്റിസ് ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് ആന്റിബയോട്ടിക്കിലാണ്. അപ്പൊ ആ പ്രാവശ്യം ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്കിത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞാണ്. എന്തായാലും ഈ പ്രാവശ്യം കൂടെ ആന്റിബയോട്ടിക് കഴിക്കാതെ കഴിഞ്ഞിട്ട് നമുക്ക് സർജറി പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആന്റിബയോട്ടിക് തന്ന്. എന്നാൽ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ 2ാമത്തെ ദിവസം ഞാൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് ആണ്, ഇന്ന് മരുന്ന് കഴിക്കുന്നില്ലെന്ന്. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, ഞാൻ ഇന്നും മെഡിസിൻ എടുക്കുന്നില്ല, ഞാൻ ഇന്ന് രാവിലെ ഫാസ്റ്റിങ്ങിന് പോവല്ലോ, ഫാസ്റ്റിംഗ് ആയിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ആ ചർച്ചിൽ ചെന്നിരുന്നിട്ട് ഞങ്ങളുടെ ചർച്ചിൽ അന്ന് മെസ്സേജ് എടുക്കാൻ വേണ്ടി വന്ന പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരാളെ ടോൺസിലൈറ്റിസ് ആയിട്ട് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു, ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് ഏറ്റെടുത്തു. ആ നിമിഷം തന്നെ ദൈവം എന്നെ സൗഖ്യമാക്കി. എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു.
ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കർത്താവ് സൗഖ്യം തന്നു. ഇപ്പൊ ഏകദേശം 22 വർഷത്തോളം ആവുന്നു, 21 വർഷം കഴിഞ്ഞു. ഇതുവരെയും ഞാൻ ടോൺസിലൈറ്റിസ് ആയിട്ട് എനിക്കിങ്ങനെ ഒരു അനുഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ആന്റിബയോട്ടിക് ഇതുവരെയും കഴിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ 10th കഴിഞ്ഞ് 12th കഴിഞ്ഞിട്ട് BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി എനിക്ക് ബാംഗ്ലൂരിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത്. ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടി കടന്നുപോയി. ഫസ്റ്റ് 3 years എനിക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്കോട് ഓരോ വർഷവും പാസ്സാവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ 3ാമത്തെ വർഷത്തെ എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഒരു വീക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു 4th ഇയറിന്റെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി. ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു പനിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പനി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ടൈലിനോൾ ആൻഡ് പാരസെറ്റമോൾ ഒക്കെ കഴിച്ചു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് കാണിച്ചു. അവര് എനിക്ക് മെഡിക്കേഷൻ തന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ പനി അങ്ങോട്ട് വിട്ടുമാറാതെ ഇന്റർമിറ്റൻ്റ് ആയിട്ട് 101, 102 ഡിഗ്രി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരു ചെറിയ ദേഹം മൊത്തം സ്വെല്ലിംഗ് ആയി. ഭയങ്കര ദേഹം മൊത്തം റാഷസും ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെട്ടു. അപ്പം എൻ്റെ പപ്പായുടെ സിസ്റ്റേഴ്സ് അവിടെ ബാംഗ്ലൂർ ഉണ്ട്. അപ്പം എൻ്റെ ആൻറ്റി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. എന്നിട്ട് പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് ആയി. എന്നാൽ അവിടെ ചെന്ന് അവരെൻ്റെ ലിവർ ഫംഗ്ഷനും ഒക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിനകത്ത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ AST ALT എന്ന് പറഞ്ഞ ലിവറിന്റെ എൻസൈംസ് ഏകദേശം ഒരു 300 ആയിട്ട് എലിവേറ്റഡ് ആയിരുന്നു. അപ്പം അവരെനിക്ക് ലിവർ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ വളരെയധികം ശരീരം മൊത്തം എനിക്ക് നീര് വരികയും ഭയങ്കര റാഷസ്, വളരെ ബുദ്ധിമുട്ടായി. ആ സമയത്ത് എൻ്റെ പേരൻസ് മസ്കറ്റിലാണ്. അവര് പെട്ടെന്ന് നാട്ടിൽ വന്നു. എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും അവിടെ ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന് ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവരെൻ്റെ മെഡിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത്, ഇതുവരെ എടുക്കുന്ന മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ പിന്നെയും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ആ ഹോസ്പിറ്റലിൽ വന്നപ്പം വീണ്ടും ചെയ്തപ്പം ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ലിവർ എൻസൈംസ് 300ൽ നിന്ന് 3000 ആയി. അപ്പം അവർ പറഞ്ഞു ലിവർ ഡാമേജ് ആയി. അപ്പം ആ ലിവർ ഡാമേജ് ആവാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ലിവറിനെ സംബന്ധിച്ചുള്ള അസുഖത്തിന്റെ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസിന്റെ ടെസ്റ്റുകൾ ചെയ്തു. എന്നാൽ എല്ലാം നെഗറ്റീവായിട്ട് തിരിച്ചു വന്നു. അപ്പൊ അവരെന്റെ ഹിസ്റ്ററി കളക്ട് ചെയ്തപ്പം എനിക്കിങ്ങനെ ഞാൻ രാമയിലെ 2nd ഇയറിൽ എൻ്റെ BSc നഴ്സിംഗ് 2nd ഇയർ തൊട്ട് എനിക്കിങ്ങനെ മുഖത്ത് 2 സൈഡിലും റാഷസ് വരുമായിരുന്നു. അതായത് ഈ വെളിയിൽ പോകുമ്പം ഈ സൂര്യപ്രകാശം അടിച്ചിട്ട് എനിക്കിങ്ങനെ സൺബേൺ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഞാനിങ്ങനെ പോസ്റ്റിങ്ങിനൊക്കെ വെളിയിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് വെളിയിൽ പോയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് വന്നത്. അപ്പൊ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് അവരെനിക്ക് സൺബേൺ ആന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീനിന്റെ ലോഷൻസും സ്റ്റീറോയിഡ്സ് ഒക്കെ തന്നെങ്കിലും അതൊരു പൂർണ്ണമായിട്ടും ഒരു സൗഖ്യമായിരുന്നില്ല. അതൊന്ന് കുറയും, പക്ഷെ പിന്നെ നമ്മൾ വീണ്ടും വെളിയിൽ പോകുമ്പോൾ അതേപോലത്തെ അനുഭവമായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ മുഖത്ത് 2 സൈഡിലും ഇങ്ങനെ ബട്ടർഫ്ലൈ ഷേപ്പിൽ റാഷസ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് എന്നോട് ഇങ്ങനെ ഈ റാഷസിനെ കുറിച്ച് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞത് ഇപ്പൊ 2 വർഷമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ 14ാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ ജോയിൻസിന് സ്വെല്ലിംഗ് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊച്ചിലെ ഇങ്ങനെ ജോയിൻസിന് സ്വെല്ലിംഗ് ഉണ്ടാവുന്ന എന്താണ് കാരണമെന്ന് പല ഡോക്ടേഴ്സിനെ കാണിച്ച് അവർ ആർത്രൈറ്റിസിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തെങ്കിലും അതൊക്കെ നെഗറ്റീവ് ആയിരുന്നു. അപ്പം അതെന്തോന്ന് കണ്ടുപിടിച്ചില്ല. അപ്പൊ വരുമ്പോൾ ഞാനിങ്ങനെ വേദനയുടെ മെഡിസിൻ എടുക്കും, ഒരു ആന്റി ഇൻഫ്ലമേറ്ററി എടുക്കും, അതങ്ങ് കുറയും, കുറച്ചുകൾ കഴിയുമ്പോൾ വീണ്ടും വരും, അങ്ങനെയായിരുന്നു. അപ്പം
അപ്പൊ ഈ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇപ്പൊ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ ജോയിന്റിന് സ്വെല്ലിങ്ങും ഈ ബട്ടർഫ്ലൈ ഷേപ്പിൽ റാഷസും കണ്ടോണ്ട് അവരെന്നോട് പറഞ്ഞു നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഉള്ള ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്ലഡ് ഇങ്ങനെ ANA ആന്റി DSTNA എന്ന് പറഞ്ഞ ടെസ്റ്റുകൾക്കൊക്കെ അയച്ചു. അപ്പൊ ഏകദേശം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞായിരുന്നു. എൻ്റെ പനിയൊക്കെ കൺട്രോളായി. പിന്നെ ശരീരത്തുള്ള സ്വെല്ലിംഗ് ഒക്കെ കുറഞ്ഞു. അപ്പൊ എൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 5 കിലോളം എൻ്റെ വെയിറ്റ് കുറഞ്ഞു. ഹീമോഗ്ലോബിൻ ലെവൽ കുറവാണ്. അങ്ങനെ എന്നെ പനിയൊക്കെ കൺട്രോൾ ആയതുകൊണ്ട് എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഭയങ്കര വീക്കാണ്, അതുകൊണ്ട് ഈ ആന്റി DSTNAയുടെയും ഈ ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ വരുമ്പം ഇവിടെ വീണ്ടും ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. അപ്പം ഞങ്ങള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പേരൻസ് ചർച്ചിൽ പറഞ്ഞിട്ട്, ഞങ്ങൾ പോകുന്ന സഭയിൽ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ, എൻ്റെ രോഗത്തിന് വേണ്ടിയും വിടുതലിനും വേണ്ടി ഒരു ഫാസ്റ്റിംഗ് പ്രെയർ വീട്ടിൽ വെച്ചു. ആ ഫാസ്റ്റിംഗ് പ്രെയറിന്റെ 2ാമത്തെ ദിവസമാണ് എൻ്റെ ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം വീട്ടിൽ ഫാസ്റ്റിംഗ് പ്രെയർ ആയതുകൊണ്ട് എൻ്റെ അപ്പച്ചനെ കൂട്ടി, എൻ്റെ പപ്പായെ കൂട്ടി എന്നെ ഹോസ്പിറ്റലിൽ വിട്ടു. അപ്പം നമ്മള് ഈ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആയിരിക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് പോയത്. എന്നാൽ അവിടെ ചെന്ന് ഡോക്ടറിന്റെ റൂമിൽ കയറി ഡോക്ടർ പറഞ്ഞത് നമ്മൾ അയച്ച ടെസ്റ്റുകളെല്ലാം തിരിച്ച് പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഈ ക്ലിനിക്കൽ സിംറ്റംസും എൻ്റെ ടെസ്റ്റിന്റെ റിപ്പോർട്ടും വെച്ചിട്ട് എനിക്ക് SLE എന്ന് പറഞ്ഞ, അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്മാറ്റസ് എന്ന് പറഞ്ഞ അസുഖമാണ്. അപ്പം ആ അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇപ്പോൾ അഫക്റ്റ് ചെയ്തിരിക്കുന്ന ലിവറിനെയാണ്. അപ്പൊ ഓരോ സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്തിട്ട് അത് ആ സിസ്റ്റം ഡാമേജ് ചെയ്യുവാണ് അസുഖത്തിന്റെ പ്രത്യേകത. അപ്പം ഇപ്പൊ ലിവറിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് അതിന് ഓരോ സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ ഓരോ പേരുകളാണ്. അപ്പം ലിവറിൽ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് ലൂപ്പസ് ഹെപ്പറ്റൈറ്റിസ് ആണ്. അതിന് കുറച്ചാൾ കഴിയുമ്പോൾ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാം, പിന്നെ ബ്രെയിൻ, ഹാർട്ട്, അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇന്റേണൽ ഓർഗൻസിനെയും അത് അഫക്റ്റ് ചെയ്ത് ഡാമേജ് ചെയ്ത് ഒടുവിൽ മരണമാണ് നമ്മുടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ട്രീറ്റ്മെന്റ് അസുഖത്തിന്റെ കുറിച്ച് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയും കല്യാണം കഴിച്ചൊരു പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളുണ്ടാവാൻ. കാരണം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അതൊരു ഫോറിൻ ബോഡിയാന്ന് പറഞ്ഞിട്ട് അതിനെ നശിപ്പിക്കും, ഈ അസുഖത്തിന്റെ ഭാഗമാണതും എന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അസുഖത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നോണ്ടാന്നോ എന്തോന്നറിയില്ല, എന്നോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഡോക്ടർ. എന്നിട്ട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും അസുഖം മാറുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇല്ല ഇതുവരെയും. നമ്മുടെ അസുഖത്തിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒന്ന് കൂട്ടാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. അപ്പൊ അത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ലിവറിന്റെ ഒരു ബയോപ്സി എടുക്കണം. കാര്യം എത്ര പെർസെൻറ്റേജ് ലിവർ ഡാമേജ് ആയി അതനുസരിച്ച് അവർക്ക് മെഡിക്കേഷനൊക്കെ ഡോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ എനിക്ക് ലിവർ ബയോപ്സിക്കുള്ള അപ്പോയിന്റ്മെന്റ് തന്ന് എന്നെ വീട്ടിൽ വിട്ടു. ഞങ്ങളുടെ വീട്ടിലെ ഫാസ്റ്റിംഗ് പ്രെയറിന്റെ 3ാമത്തെ ദിവസം എൻ്റെ പിതാവ്, എൻ്റെ പപ്പായും ഞാനും കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബയോപ്സിക്ക് വേണ്ടി. ബയോപ്സി ചെയ്തു. അപ്പൊ അന്ന് ഹോസ്പിറ്റലില് ഒബ്സർവേഷന് വേണ്ടി 24 hours കിടക്കണം. കാര്യം ബയോപ്സി കഴിഞ്ഞ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ബയോപ്സി കഴിഞ്ഞിട്ട് ഒബ്സർവേഷന് വേണ്ടി. അപ്പൊ അന്ന് വൈകിട്ട് ഡോക്ടർ ഒരു 8 മണിയൊക്കെ ആയപ്പം എന്നെ നോക്കുന്ന ഡോക്ടർ എൻ്റെ റൂമിൽ വന്നിട്ട് എൻ്റെ ബെഡിൽ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു ട്രീറ്റ്മെന്റിന്റെ പ്ലാനെ കുറിച്ച്. അപ്പം നമുക്ക് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു കഴിയുമ്പം നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ഫസ്റ്റ് 2 years ആണ് നമ്മൾ ഈ സ്റ്റീറോയിഡ്സ് ഇപ്പൊ എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 6 മാസം ഇന്റൻസ് തെറാപ്പിയാണ്. അതുകൊണ്ട് തുടർന്ന് 6 മാസം
തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോവണ്ട. കാര്യം എല്ലാ മാസവും ആ, പിന്നെ ഫോളോ അപ്പ് ചെയ്യണം. ആ, ഈ സ്റ്റിറോയിഡ്സ് എടുക്കുന്നതുകൊണ്ട്, ഇമ്മ്യൂണോസപ്രസൻസ് ആയതുകൊണ്ട് എൻ്റെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ വേരി ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അത് മോണിറ്റർ ചെയ്യണം. അതുകൊണ്ട് ഒരു 6 months കഴിഞ്ഞിട്ട് ഇനി പഠിക്കാൻ പോയാൽ മതി. അത് തന്നെയല്ല, ഞാൻ ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നതുകൊണ്ട് ഞാനൊരു ചെറിയ ഫീവർ ഉള്ള പേഷ്യന്റിനെ ഞാൻ ടേക്ക് കെയർ ചെയ്താലും എനിക്ക് ആ അസുഖം വരും. കാര്യം എൻ്റെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറവാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി. കാര്യം ആദ്യത്തെ 3 വർഷം ഞാൻ ഏറ്റവും ടോപ്പ് മാർക്കായിരുന്നു എനിക്ക് ഓരോ വർഷം. എന്നാൽ 4th ഇയർ ആയപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പാസ് ഔട്ടായി പോകുമ്പോഴും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ദൈവമേ എന്നോർത്ത്. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പപ്പ കാണാതെ ഞാൻ ദൈവത്തോട്, ദൈവമേ ഇതിനകത്തൊരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് വരുമ്പോൾ, ബയോപ്സിയുടെ റിപ്പോർട്ട് വരുമ്പം വന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ ഡിസ്ചാർജ് ആക്കി. അങ്ങനെ ഞങ്ങൾ ബയോപ്സിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അവരൊരു ഡേറ്റ് ആദ്യം പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഡേറ്റിന് നമ്മൾ ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്തപ്പം ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചു. ഡോക്ടർ ആദ്യം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വരണ്ട. കാര്യം അവര് വന്ന റിപ്പോർട്ട് അവരെന്തോ ഒരു എന്തോ കൺഫർമേഷന് വേണ്ടി തിരിച്ചയച്ചേക്കുക, അതുകൊണ്ട് ഇനി ഒരു 2 days കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡോക്ടർ പറഞ്ഞ പ്രകാരം 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പം അന്ന് ചെല്ലുമ്പോൾ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കൂടെ ചെയ്തിട്ട് വേണം വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ലിവർ ഫംഗ്ഷനൊക്കെ ബ്ലഡ് കൊടുത്തു. അങ്ങനെ ഡോക്ടറിന്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ വളരെ അത്ഭുതത്തോടെ എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ടും എൻ്റെ ബ്ലഡിന്റെ റിപ്പോർട്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ താടിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഇതൊരു ഭയങ്കര അത്ഭുത കാര്യം. 3000 AST ALTയിൽ കിടന്ന ഒരാളുടെ ലിവർ ഡാമേജ് ആണെന്ന് അവർക്ക് ഷുവറാണ്. പക്ഷെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ ലിവറിൽ 0% ഡാമേജ് ആണ്, ഒരു ഡാമേജും ഇല്ല. എൻ്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തത് 3000 കിടന്ന എൻ്റെ ലിവർ എൻസൈംസ് 100+ ആയി. അപ്പം ഡോക്ടർ പറഞ്ഞു, ഓക്കെ, നമുക്ക് ഇങ്ങനെ ബയോപ്സി റിപ്പോർട്ട് നമുക്ക് നെഗറ്റീവായിട്ട് വന്നോണ്ട്, അതായത് 0% ഡാമേജ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇപ്പം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്കിലും നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം ഇപ്പോഴും ലിവർ ഫംഗ്ഷൻ നോർമൽ ആയിട്ടില്ല. അതുകൊണ്ട് അത് ഇടയ്ക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോസപ്രസൻസും SLEക്കുള്ള ട്രീറ്റ്മെന്റും ഇപ്പം ചെയ്യണ്ട, നമുക്കൊരു വെയിറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ ഒരു സിമിലറായിട്ട് പിന്നെ സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീണ്ടും ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ശേഷം ലിവർ ഫംഗ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ തിരിച്ചയച്ചു. ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമാണോ 2 ആഴ്ചയ്ക്ക് ശേഷമാണോ വീണ്ടും പോയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൊടുത്തു. എന്നാൽ ആ പ്രാവശ്യം ഡോക്ടറിന്റെ റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ ലിവർ ഫങ്ഷൻസ് AST ALT എല്ലാം 30, അതായത് 30-ന് താഴെയായി, നോർമൽ ലെവലിലായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതൊരു ഭയങ്കര മിറാക്കിളാണ്. കാര്യം ഒരിക്കലും ലിവർ ഒരു ഡീജനറേറ്റ് ആയാലും അത് തിരിച്ച് റീജനറേറ്റ് ആവുന്ന ഒരു ഓർഗനാണ്. പക്ഷെ ഒരു ഡാമേജ് ആയ ലിവർ ഒരിക്കലും ഇത്ര പെട്ടെന്ന് തിരിച്ച് നോർമൽ വരത്തില്ല. ഏകദേശം ഒരു 1 year എടുക്കും അത് തിരിച്ചു വരണമെങ്കിൽ. എന്നാൽ എനിക്ക് ഒരു 2 to 3 weeksനകമാണ് അത് നോർമൽ ലെവലിലേക്ക് പിന്നെ ദൈവം സൗഖ്യമാക്കിയത്. അങ്ങനെ കർത്താവ് ശത്രുവായവൻ ഒരുക്കിയ ശത്രുവായവൻ എന്നെ തകർത്ത് കളയാവുന്ന സ്ഥാനത്ത് ദൈവം എന്നെ അത്ഭുതകരമായി കരം നീട്ടി സൗഖ്യമാക്കി. ഞാൻ അങ്ങനെ തിരിച്ച് ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടി കടന്നുപോയി. അപ്പം ഞാൻ 4th year. അപ്പൊ 4th year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു 2 മാസം ആണ് തിയറി ക്ലാസ്സുകൾ, അത് കഴിഞ്ഞിട്ട് മൊത്തം പ്രാക്ടിക്കൽസ് ആണ്. കൂടുതലും പ്രാക്ടിക്കൽസ് ആണ് 4th year. അപ്പം
ഈ ആദ്യത്തെ 2 മാസമാണ് അവർ തിയറി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു 1.5 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലായി. എൻ്റെ തിയറി ക്ലാസ്സുകൾ മൊത്തം എനിക്ക് നഷ്ടമായി. ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ എൻ്റെ വൈസ് പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചു, ലിപ്സി ഓൾറെഡി ഇത്രയും ക്ലാസ് മിസ്സായി, ഇനിയും റെഗുലർ ബാച്ചിൻ്റെ കൂടി ഇരിക്കണോ? ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിൻ്റെ കൂടി ഇരുന്നാൽ പോരാ എന്ന് ചോദിച്ചു. എങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്തു എന്നെ അവരോട് ഇരുത്താമോ. എന്തായാലും ടീച്ചേഴ്സിനൊക്കെ എന്നെ വളരെ കാര്യമായിരുന്നു. കഴിഞ്ഞ 3 വർഷം നല്ല മാർക്ക് വാങ്ങിച്ചാണ്ടായെന്നൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞു ഓക്കെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ 4th ഇയറിൽ എൻ്റെ റെഗുലർ ബാച്ചിൻ്റെ കൂടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ബെഞ്ചിലായി ഇരിക്കുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ അറ്റൻഡൻസ് വീഴുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ 60% കവറായി അറ്റൻഡൻസ്. അപ്പൊ ഏകദേശം എനിക്ക് പഠിപ്പിച്ച ഒരു 70%ഓളം അവര് പോർഷൻസ് എല്ലാം കവർ ചെയ്തു. ഞാൻ ഓരോ പ്രാവശ്യവും അറ്റൻഡൻസ് വെച്ചിട്ട് പോയുമ്പം ഞാൻ ഓരോ പീരീഡ് കഴിയുമ്പോൾ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് എൻ്റെ ഫ്രണ്ട്സിനൊപ്പം എക്സാം എഴുതുവാൻ ദൈവം സഹായിക്കണമെന്ന്. ഞാൻ പഠിച്ച കോളേജിൽ ഇതുവരെയും ആരെയും അറ്റൻഡൻസ് ഷോർട്ടേജ് ഉള്ളവരെ എക്സാം എഴുതാൻ അവർ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ഞാൻ 4th ഇയറിൽ പഠിച്ചപ്പോൾ ഞാനിങ്ങനെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ പേരൻസ്, എൻ്റെ മമ്മിയും എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർ കൈകോർത്ത് പിടിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം ചെയ്തു. എനിക്ക് ഒരു 80% ആണ് അറ്റൻഡൻസ് വേണ്ടി ഇത് എക്സാം എഴുതാൻ വേണ്ടി. എന്നാൽ 80% ഇല്ലാതെ അറ്റൻഡൻസ് ഇല്ലാതെ എക്സാം എഴുതുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഞാൻ. എൻ്റെ ഹോൾ ടിക്കറ്റ് വന്നു. ആഗ്രഹിച്ച പോലെ എക്സാം കറക്റ്റ് സമയത്ത് എഴുതുവാൻ കർത്താവ് ഇടയാക്കി. ആ വർഷം എൻ്റെ പകുതി ക്ലാസ്സുകളും മിസ്സായിട്ടും ആ വർഷം എനിക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്കിൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഈ കോഴ്സിന് പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞിട്ടാണ് നഴ്സിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത്. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആദ്യം ഇല്ലായിരുന്നു. എങ്കിലും ഞാനൊരു 12th എന്നാൽ ദൈവം പല പ്രാവശ്യം ഇടപെട്ടു. ഞാൻ രോഗികളുടെ ഇടയിൽ ശുശ്രൂഷിക്കും എന്നുള്ള വാഗ്ദത്തം എൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ നഴ്സിംഗിലെ 12th ഇതിനകത്തോട്ടൊരു താല്പര്യം തോന്നിയതും ഈ കോഴ്സിന് വേണ്ടി പോയതൊക്കെ. എങ്കിലും ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, ഈ കോഴ്സ് നിന്നെ പൂർത്തീകരിക്കാൻ ശത്രു സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശത്രു സമ്മതിക്കാതെ പല രോഗങ്ങൾ ഇട്ടെങ്കിലും കർത്താവ് വലിയവൻ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ അവിടെ ജോലി ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്നു. ഞാൻ 2007 എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലുള്ള ജോലിയായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ എന്ന് ഓർത്തു. എങ്കിലും ദൈവം ഞങ്ങളോട് ഇടപെട്ടു. നിങ്ങളുടെ സമയത്തല്ല ഞാൻ മക്കളെ തരുന്നത്, എൻ്റെ സമയത്താണ്. അപ്പം ഞങ്ങളുടെ തീരുമാനം തെറ്റായി പോയെന്ന് അറിഞ്ഞ് ഞങ്ങൾ ക്ഷമ ചോദിച്ചു. അങ്ങനെ ജാനുവരി ആയപ്പോൾ ഞാൻ കൺസീവായി. അതൊരു ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. എങ്കിലും എൻ്റെ പ്രഗ്നൻസിയുടെ 12ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് മരിച്ചുപോയി. 12 ആഴ്ച വരെ വളർച്ചയുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് അറിയുവാനിടയായി. അപ്പം ആ സമയത്ത് ഞാൻ നാട്ടിലാണ്. അപ്പം നാട്ടില് മുത്തൂറ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ആദ്യം കാണിച്ച് ഇങ്ങനെ അറിയുവാനിടയായത്. അപ്പൊ അന്ന് കാണിച്ച അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് പുള്ളി അങ്ങനെ പറഞ്ഞു, ഞാനിത് റെയറായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഞാൻ കാണുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണ്, ഇത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ. കാര്യം ഇത് 12ാമത്തെ ആഴ്ച ആയതുകൊണ്ട് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഒരു കുഞ്ഞ് വയറ്റിൽ ജീവനോടുണ്ട്. അത് സെയിം സാക്കിലാണ് 2 കുഞ്ഞുങ്ങളും കിടക്കുന്നത്. അപ്പം 16ാമത്തെ ആഴ്ചയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പം ഈ
മരിച്ച കുഞ്ഞിന്റെ ഇതിനകത്ത് തന്നെ മറ്റേ കുഞ്ഞും കിടക്കുന്നതുകൊണ്ട് കുഞ്ഞിന്റെ ജീവനുള്ള കുഞ്ഞിന്റെ ബ്രെയിനിന് ഡെവലപ്പ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പം ബ്രെയിൻ ഡെവലപ്മെന്റിന് പ്രയാസമായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഡോക്ടർ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞിനെ കളയാമെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു. തിരിച്ച് വീട്ടിൽ ചെന്ന് വീട്ടിലുള്ളവരോട് പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര ടെൻഷനായി. ദൈവമേനി അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ. ഞങ്ങൾ അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ പുഷ്പേരിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോൾ നമ്മൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ ഈ ജീവനുള്ള കുഞ്ഞ് വളരും തോറും ഈ മരിച്ച കുഞ്ഞിനെ ഈ യൂട്രസിന്റെ ബോളിലേക്ക് അമക്കിയിട്ട് ഒരു പേപ്പർ പോലെ ആവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നതിന് മുമ്പേ തന്നെ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടു. വീട്ടിലൊക്കെ ഉള്ളവർക്കെല്ലാം ടെൻഷൻ ഒക്കെ ആദ്യമായപ്പോൾ ഞങ്ങളോട് ദൈവം ഇടപെട്ടു. മോശയെ വളർത്താൻ വേണ്ടി തീരുമാനമെടുത്തത് മോശയുടെ മാതാവും പിതാവും കൂടാണ്. അപ്പം ഞങ്ങള് ഒരു തീരുമാനമെടുത്തു. ദൈവം ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത് തന്നതാണ് ഈ കുഞ്ഞിനെ. ഈ പ്രഗ്നൻസി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും, ദൈവം ഞങ്ങൾക്ക് ഗുണമില്ലാത്ത തലമുറ തരുമെന്നുള്ളത്. അങ്ങനെ എൻ്റെ എന്നാൽ എനിക്ക് അതിന് ശേഷം ഏകദേശം എല്ലാ 2 ആഴ്ച കൂടുമ്പം സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞത് അത് കുഞ്ഞ് വളരും തോറും മറ്റേനെ ഒരു പേപ്പർ പോലെ ആക്കുമെന്നാണ്. പക്ഷെ എൻ്റെ യൂട്രസിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞ് വളരും തോറും മറ്റേ കുഞ്ഞും ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വീർത്ത് സ്മെല്ലപ്പ് ആവാൻ തുടങ്ങി. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് സ്കാനിങ് ആണ്. ഈ കുഞ്ഞിന് ജീവനോടുള്ള കുഞ്ഞിന് എന്തെങ്കിലും അനോമാലീസ് ഉണ്ടോ, മരിച്ച കുഞ്ഞിന്റെ എങ്ങനെയാണ് അതിന്റെ പിന്നെ ഗ്രോത്ത് എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ. ഞാൻ തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടെയും അതേപോലെ തന്നെ എനിക്ക് 2 വീക്സ് എവറി അതർ വീക്ക് എനിക്ക് സ്കാനിങ് ആണ്. അപ്പം സ്കാൻ ചെയ്യുന്ന ഒരേ ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചു, നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ ഇത്, നിങ്ങളെങ്ങനെ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ തീരുമാനം ഉറപ്പിച്ചു ഈ കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത്? അപ്പം ഞങ്ങൾ ആ ഡോക്ടറിനോടൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് തന്നതാണ്, വാഗ്ദത്തം ചെയ്ത കുഞ്ഞാണ്, ഒരു ഗുണമില്ലാത്ത തലമുറയെ ദൈവം തരുമെന്നുള്ളത്. അങ്ങനെ 9 months ആയി. എൻ്റെ October 27 ആണ് എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നത്. എന്നാൽ October 8 ആയപ്പോൾ എനിക്ക് ചെറിയൊരു പെയിൻ ആയിട്ടും ഡയലറ്റേഷനൊക്കെ ആയിട്ട് ഞാൻ അഡ്മിറ്റായി. 9 രാവിലെ എനിക്ക് ട്രിപ്പ് ഇട്ടു. എന്നാൽ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് 145 കിടന്ന എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നേരെ 100-ന് താഴെയായി. അപ്പോഴത്തേന് എൻ്റെ ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്ലെയിൻ നോമസലൈൻ തന്നു. പക്ഷെ എങ്കിലും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് 100-ൽ കൂടുന്നേ ഇല്ല. അപ്പം ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടും എന്നുള്ളത്. അങ്ങനെ എമർജൻസി ആയിട്ട് പിന്നെ സിസേറിയൻ ചെയ്തു. October 9, 2008 ഞങ്ങൾക്ക് ഒരു ആൺതലമുറ ദൈവം ദാനമായി തന്നു. അപ്പൊ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം എൻ്റെ പേരൻസിനെയും എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ചിട്ട് മരിച്ചുപോയ കുഞ്ഞിനെ കാണിച്ചു. എന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടായാനുള്ള കാരണം. മിക്കവാറും കുഞ്ഞ് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം, ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കൺട്രാക്ഷൻ തുടങ്ങിയപ്പം ഈ മരിച്ച കുഞ്ഞ് താഴെ വരുമ്പോ ഈ ജീവനുള്ള കുഞ്ഞിന്റെ നണ്ടിന്റെ നടുക്കായി മേളിൽ നിന്ന് കൺട്രാക്ഷൻ താഴെ ഇങ്ങനെ മരിച്ച കുഞ്ഞ്. അപ്പൊ അങ്ങന്റെ ഇടയിൽ അമങ്ങി അങ്ങനെ ഫീറ്റൽ ഡിസ്ട്രസ് ആയാന്ന് പറഞ്ഞു. അവനെ എടുത്തപ്പം അവന്റെ 2 കൈയും 2 കാലും കംപ്ലീറ്റ് ബ്ലൂ ആയിരുന്നു. കുറച്ചു നേരമൊക്കെ NICUലിട്ട് ഓക്സിജൻ കൊടുക്കേണ്ടി വന്നു. എങ്കിലും ദൈവം ഒരു ഗുണമില്ലാത്ത തലമുറയെ ദൈവം ദാനമായി തന്നു. അവന്റെ ആ വയറ്റില് ഉള്ളുമ്പോ ഒരു 6 മാസമായപ്പം ദൈവം ഞങ്ങളോട് ഇടപെട്ടു. അവനെ പേര് ഞാൻ ഇടുമെന്നുള്ളത് ദൈവം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പേര് നോക്കണ്ട, ഞാൻ പേരിടുമെന്നുള്ളത്. അപ്പം
കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇതുവരെ പേര് ലഭിച്ചില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോഴത്തേന് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള പേര് നമ്മളവിടെ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഒന്നിച്ചല്ല പ്രാർത്ഥിച്ചത്, സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം ജോനാഥൻ എന്നുള്ള പേര് ഞങ്ങളോട് ഇടപെട്ടു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതിന്റെ അർത്ഥം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഗോഡ് ഹാസ് ഗിവൺ ടു യു എന്ന് പറഞ്ഞ അർത്ഥം വരുന്നതാണ് ജോനാഥൻ എന്നുള്ള പേര്. ഞങ്ങൾ കുഞ്ഞിന് ആ പേരിട്ടു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക്, കുഞ്ഞിനിപ്പം 16 വയസ്സ് കഴിഞ്ഞു. അവന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. ഇവിടെ ചർച്ചില് വർഷിപ്പ് ടീമിലൊക്കെ ആക്റ്റീവായിട്ട് കീബോർഡൊക്കെ വായിക്കുന്ന ഒരു ദൈവ പൈതലാണ്. അന്ന് ഡോക്ടേഴ്സ് കുഞ്ഞിന് ബ്രെയിനിന് ഡെവലപ്മെന്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇതുവരെയും കർത്താവിന്റെ വിദ്യാഭ്യാസത്തെ സഹായിച്ചു. ഉന്നതമായ മാർക്കുകളൊക്കെ ഓരോ വർഷം വാങ്ങുവാൻ കർത്താവ് ഇടയാക്കി. എന്നെ ഓർത്ത ദൈവത്തെ ഈ സമയം ഞാൻ സ്തുതിക്കുന്നു. 2008 കുഞ്ഞുണ്ടാവുന്നത്. 2009 ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടി കടന്നു പോവായിരുന്നു. കുഞ്ഞിന് ഏകദേശം 8 മാസത്തോളം പ്രായം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങളിപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നാട്ടിലോട്ട് പോവാണ്. അപ്പം കോയമ്പത്തൂരൊക്കെ എത്തിയപ്പോഴത്തേനും ഞാനിങ്ങനെ ഒരു ശബ്ദം കേൾക്കുവാണ്. എൻ്റെ മമ്മിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇങ്ങനെ എന്നോട് ഇടപെടുകയാണ്, നമ്മുടെ വാഹനത്തെ മാത്രമല്ല, മുൻപേന്നും എതിരേന്നും വശങ്ങളിൽ നിന്നും വരുന്ന വാഹനത്തെയൊക്കെ നിയന്ത്രിക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ 2-3 പ്രാവശ്യം ഞാൻ അത് കേട്ടു. ഞാൻ അങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് അത് ഷെയർ ചെയ്തു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല അതിനുവേണ്ടി. അത് ഇഗ്നോർ ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. നമ്മൾ പാലക്കാട് എത്തി. അവിടെ എത്തിയിട്ട് ഞങ്ങളൊരു ഫുഡ് കഴിച്ചു. ഏകദേശം ഉച്ച കഴിഞ്ഞൊരു 2 മണിയൊക്കെ സമയമായി. അപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ആ സമയത്ത് ഒരു മഴയൊക്കെ പെയ്തു. അങ്ങനെ തിരിച്ച് ഞങ്ങള് വാഹനത്തിൽ കയറി യാത്ര കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. എന്നാൽ പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്ന് ഇടയ്ക്ക് ഞങ്ങള് പാലക്കാട്ടുനിന്ന് തൃശ്ശൂർക്ക് വരുന്ന വഴി ഏകദേശം മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ലോറി ഞങ്ങളുടെ വാഹനത്തിൽ ഇട്ടു. ആദ്യം ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ റോഡിന്റെ നടുക്ക് ഇങ്ങനെ വട്ടം വെച്ചു. രണ്ടാമതും വന്ന് ഞങ്ങളെ മൂന്നാമതും ഇടിച്ചു. 4-മത് ഇടിച്ച് ഞങ്ങളെ കുറെ ദൂരം ഇങ്ങനെ കൊണ്ടുപോയി. അതൊരു ഹൈവേ ആണ്. അപ്പൊ അവിടെ എല്ലാവരും ഓടിക്കൂടി. ഞങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള 2 ഡോറും അകത്തേക്ക് ഇടിച്ചിട്ട് എൻ്റെ വണ്ടി 2 ഡോറും അകത്തേക്ക് ചളങ്ങി. ഫ്രണ്ടിലത്തെ മിറർ മൊത്തം പൊട്ടി. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെല്ലാം ഓടിക്കൂടി, നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ഹൈവേ പോലീസ് വന്നു. അപ്പം നമുക്ക് ആ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മള് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെയുള്ള നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു. ആദ്യത്തെ ഇടിയിൽ കുഞ്ഞിന്റെ മടിയിലിരിക്കുക. ഇവിടുത്തെ പോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ചൈൽഡ് സീറ്റ് ഒന്നുമില്ല. അപ്പം ആദ്യം ഇങ്ങനെ ഞങ്ങളൊന്ന് ജെർക്കായി. പക്ഷെ 2, 3, 4 പ്രാവശ്യം ഇടിച്ചപ്പോ ഞങ്ങളുടെ തല പോലും ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി ഇടിക്കാതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. ഒരു പോറലും പോലും വെക്കാതെ കർത്താവ് അപകടത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പം അവിടെ ഉള്ള നാട്ടുകാർ പറഞ്ഞു, അവർക്ക് ഭയങ്കര അത്ഭുതമായി. കാര്യം അവർ പറഞ്ഞ ഏകദേശം 40-ൽ കൂടുതൽ ആക്സിഡന്റ് ആ സെയിം സ്പോട്ടിൽ നടക്കുന്നതാണ്. 8 പേരിൽ കൂടുതൽ അവിടെ മരിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇങ്ങനെ ഒരു പോറല് പോലും ഇല്ലാതെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഹൈവേ പോലീസും ആ നാട്ടുകാരൊക്കെ പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്ന ദൈവം വലിയ ദൈവമാണ്, ദൈവം നിങ്ങളെ വിടുവിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നും കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പ്രെയർ നടന്നപ്പം ഇപ്പൊ ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നെന്നുള്ള കാര്യമൊന്നും അവിടെ ആർക്കും അറിയില്ല. തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്ന് അങ്ങനെ ഞങ്ങൾ ആരോടും അങ്ങനെ ഷെയർ ചെയ്തില്ല. എന്നാൽ ഞങ്ങളുടെ ആ ഒരു
കോട്ടേജ് മീറ്റിങ്ങിനകത്ത് ഒരു ദേവദാസൻ പറഞ്ഞു, ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായപ്പം ദൂതനെ അയച്ച് ഞാൻ നിന്നെ വിടുവിച്ചതാണ്. കർത്താവ് ഞങ്ങളെ വഴിയിൽ പട്ടുപോകാതെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ച വഴികളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മൂത്ത കുഞ്ഞിന് ഒരു 1.5 വയസ്സ് പ്രായമായപ്പോൾ ഞാൻ വീണ്ടും കൺസീവായി. പക്ഷെ അതും ഇതേപോലെ തന്നെ 12ാമത്തെ ആഴ്ച ആയപ്പോൾ 12 ആഴ്ച വരെ കുഞ്ഞിന് വളർച്ച ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് പോയിട്ട് അങ്ങനെ മിസ്കാരിയേജ് ആയി. അപ്പൊ ഞങ്ങൾക്ക് വളരെ പ്രയാസം തോന്നി. കാര്യം ആദ്യം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു, രണ്ടാമത് വീണ്ടും ഒരു കുഞ്ഞ് അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡിയാൻസി ചെയ്ത് കുഞ്ഞിനെ അത് കളയണം. ഞങ്ങൾ വളരെ ഭാരത്തോടെ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ അടുത്ത കുഞ്ഞ് അതിനുശേഷം പിന്നെ അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ച്. കാര്യം വാക്തത്വമുള്ളതാണ് വീണ്ടും കുഞ്ഞുങ്ങളെ തരുമെന്നുള്ളത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി. അതിനുശേഷം ഒരു 4 ആഴ്ചക്ക് ശേഷം എനിക്ക് വീണ്ടും ഇങ്ങനെ ചെറിയ ബ്ലീഡിങ് ആണ്. ആദ്യം ഞാൻ വർക്ക് ചെയ്യുവാണ്. ആ സമയത്ത് ICUലാണ് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിനെ ഒക്കെ എടുക്കുമ്പം എനിക്ക് ബ്ലീഡിങ് ആണ്. തിരിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യുമ്പം കുഴപ്പമില്ല. അങ്ങനെ ഒരു ദിവസം പോയി. അപ്പൊ ആദ്യം നമ്മളത് കാര്യമാക്കിയില്ല. രണ്ടാമത്തെ ദിവസം പോയി. 3ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇതൊരു നോർമലായിട്ട് തോന്നുന്നില്ല. കാര്യം നമ്മൾ ജോലി ചെയ്യുമ്പോൾ മാത്രമേ ബ്ലീഡിങ് ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവാണ്. അപ്പൊ ഞങ്ങൾക്ക് വളരെ പേടി തോന്നി. കാര്യം ഒരു 3-4 ദിവസമായിട്ട് ബ്ലീഡിങ് ആണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറിനെ കാണിച്ചു. അപ്പൊ അവിടെ ഒരു സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പം എന്നോട് സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ഒന്നും കാണാനില്ല, കംപ്ലീറ്റ് ആയിട്ട് അബോർഷൻ ആയതാന്ന് പറഞ്ഞു. എനിക്ക് വളരെ വിഷമമായി. കാര്യം പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്ലാൻ ചെയ്ത ഒരു പ്രഗ്നൻസിയാ. എന്നിട്ട് ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമം തോന്നി. എങ്കിലും ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് ഈ മെഷീൻസിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, നമുക്കൊരു 2 വീക്സും കൂടെ വെയിറ്റ് ചെയ്യാം. പക്ഷെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം, ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമേ എഴുന്നേക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരാദ്യം സജസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. അപ്പൊ എനിക്ക് അവര് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് തന്നു പ്രഗ്നൻസി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള. അങ്ങനെ വീണ്ടും 2 ആഴ്ചക്ക് ശേഷം സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പം എന്തോ ഒന്ന് യൂട്രസിൽ കാണാം, പക്ഷെ ഫീറ്റൽ പോൾ ഇല്ല. അപ്പം അത് കുഞ്ഞാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് ഡോക്ടേഴ്സിന് ഡൗട്ടായി. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ, നമുക്ക് 2 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു സ്കാനിങ്ങും കൂടെ ചെയ്ത് നോക്കാം. പക്ഷെ ആ സ്കാനിങ് ചെയ്യുന്നതിന് മുമ്പേ എവരി അതർ ഡേ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, beta-HCG എന്ന് പറഞ്ഞ ടെസ്റ്റ്. അപ്പൊ അതാകുമ്പം നമുക്കറിയാൻ പറ്റും പ്രഗ്നൻസി ആണെങ്കിൽ കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂസ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ടെസ്റ്റുകൾ ബ്ലഡ് കൊടുത്തിട്ട് റിപ്പോർട്ടൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ വളരെ ടെൻഷനാണ്. ദൈവമേ, കഴിഞ്ഞ ദിവസത്തേനെക്കാട്ടി കൂടുതലാണോ ഇന്നത്തെ വാല്യൂ എന്നുള്ളത്. അങ്ങനെ 2 ആഴ്ചക്ക് ശേഷം വീണ്ടും സ്കാൻ ചെയ്തപ്പം ഫീറ്റൽ പോൾ കണ്ടു, ഹാർട്ട് ബീറ്റ് കേട്ടു. അപ്പൊ ഈ കഴിഞ്ഞ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ടെസ്റ്റ് ചെയ്ത സ്കാൻ ചെയ്ത അതേ ഡോക്ടറാണ് നമ്മളെ ഇപ്പോഴും സ്കാൻ ചെയ്യുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു ഫൈനലി നമ്മൾ ഹാർട്ട് ബീറ്റ് കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5-ാം മാസമൊക്കെ ആയപ്പോഴത്തേന് വീണ്ടും യൂട്രസ് താഴേക്ക് ഇറങ്ങുന്ന സ്റ്റിച്ച് ഇടണമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും അതൊന്നും വിടാതെ കർത്താവ് 9 മാസം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. കുഞ്ഞുണ്ടാവുന്നതിന്റെ മുമ്പേ കർത്താവ് ഇടപെട്ട് ഇതൊരു പെൺ പൈതലായിരിക്കുന്നു. അപ്പൊ ഞങ്ങള് ആദ്യമേ പേരൊക്കെ കണ്ടുപിടിച്ചു. ജോനാഥൻ എന്നുള്ള പേരിന് ചേർന്ന ജൊഹാന എന്ന് പറഞ്ഞ പേര്, നമ്മള് ദൈവത്തിന്റെ ദാനം എന്നുള്ള അർത്ഥം വരുന്ന ആ പേര് നമ്മള് കണ്ടുപിടിച്ചു. അങ്ങനെ ഡെലിവറിക്ക് വേണ്ടി നാട്ടിലായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പം നാട്ടില് ഡെലിവറിക്ക് വേണ്ടി
ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് രണ്ടാമത്തേതും അവർ സിസേറിയൻ തന്നെയാണ് ചെയ്തത്. അപ്പം എനിക്ക് എന്നാൽ ഞാൻ ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പേ ഒരു ദേവദാസൻ പറഞ്ഞു ഇതൊരു പെൺപൈതലാണ്, പക്ഷെ ഡെലിവറിയുടെ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ കാണുന്നതായിട്ട് ഇങ്ങനെ ദൈവം പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റായി. എനിക്ക് അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തരുന്നിടം വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അനസ്തേഷ്യ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ട് ബീറ്റ് 150യുടെ മേളിലായി, ബ്ലഡ് പ്രഷർ കുറഞ്ഞു. ഡോക്ടർ എനിക്ക് ബുദ്ധിമുട്ടറിയാം എന്തോ സംഭവിക്കുന്നതായിട്ട്. എങ്കിലും കർത്താവ് എന്നെ സഹായിച്ചു. ഹാർട്ട് ബീറ്റിന്റെ ബുദ്ധിമുട്ട് എനിക്ക് കുറെ ഡെലിവറി കഴിഞ്ഞിട്ടും കുറെ സമയത്തേനും ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എനിക്കൊരു പെൺപൈതലിനെ ദൈവം ദാനമായി തന്നു. കുഞ്ഞിനിപ്പം 13 വയസ്സ് കഴിഞ്ഞു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അങ്ങനെ ഞങ്ങള് 2015 ആയപ്പോൾ 2015 മുമ്പ് 2013 ഈ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വെക്കേഷന് വേണ്ടി ഇടയ്ക്ക് എൻ്റെ പേരൻസ് മസ്കറ്റിലാണ്, അപ്പൊ അവിടെ പോകും. ഒരു പ്രാവശ്യം ഞാൻ ആ പ്രാവശ്യം പോയി കഴിഞ്ഞ് എൻ്റെ നാട്ടില് ബാംഗ്ലൂർ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും ഞങ്ങളോടാണ്, അവൻ അവിടെ വർക്ക് ചെയ്യും, അപ്പൊ അവൻ ഞങ്ങളോടാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ 40 days ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് മസ്കറ്റിലേക്ക് പോയി പേരൻസിനോടൊപ്പം വെക്കേഷന് വേണ്ടി. അപ്പൊ അവിടെ ചെന്ന് ഈ 40 days ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ എൻ്റെ നെക്സ്റ്റ് ഡേ എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്ത് ജോലിക്ക് കടന്നു പോവാ. അപ്പൊ പോയ വഴിക്ക് പുള്ളിക്ക് ഭയങ്കര നെഞ്ചുവേദനയായിട്ട് ഭയങ്കര ചെസ്റ്റ് പെയിൻ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായി. എൻ്റെ ബ്രദറിനെ വിളിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങളുടെ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു ചെറിയ ആശ്വാസം കിട്ടിയെങ്കിലും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുക, ഛർദ്ദിക്കാൻ വരിക, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം KR-പുരം തൊട്ട് മാർത്തഹള്ളി വരെ എന്ന് പറയുന്ന ട്രാഫിക് ബാംഗ്ലൂരിലെ ഭയങ്കര ഹെക്ടിക് ട്രാഫിക്കാണ് രാവിലെയും വൈകിട്ടും. ആ ട്രാഫിക്കിനകത്ത് കിടക്കുക, ഭയങ്കര നെഞ്ചുവേദന. പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ഒന്ന് കുറഞ്ഞു, എങ്കിലും വീണ്ടും പിന്നെ ശക്തമായിട്ട് നെഞ്ചുവേദന, വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ ട്രാഫിക് ഇത് ഓൺ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഗ്രീൻ ലൈറ്റ് ആയപ്പോഴത്തേന് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കണ്ടു. അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോയി. അവിടെ ചെന്നിട്ട് അവർ പെട്ടെന്ന് ICUയിൽ മാറ്റി. ഒരു രാവിലെ 7 മണി മസ്കറ്റിലെ സമയം ഒരു 7-7:30 ആയപ്പോഴത്തേന് എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ സെവിജാന് ICUയിലാണ്, ഇങ്ങനെ ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ ആയിട്ട് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചപ്പം ഡോക്ടറാണ് ഫോൺ എടുത്തത്. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെസ്റ്റ് പെയിൻ ആണ്, നമ്മള് ഇപ്പം ഒബ്സർവേഷനിൽ ഇവിടെ വന്നതേ ഉള്ളൂ, ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെച്ചു. അതിനുശേഷം നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. കാര്യം പുള്ളിയുടെ ചെസ്റ്റ് പെയിൻ കുറയുന്നില്ലായിരുന്നു. അങ്ങനെ കൊളംബേഷ്യ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അന്നേരം അവര് ECG എടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര വേരിയേഷനാ. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു പെട്ടെന്ന് അവര് കാത്ത് ലാബിലേക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോഴത്തേന് അവര് കാത്ത് ലാബ് എല്ലാം അറേഞ്ച് ചെയ്തു മറ്റേ ഹോസ്പിറ്റലില്. എന്നിട്ട് നേരെ അവിടെയൊക്കെ ആൻജിയോഗ്രാമിന് വേണ്ടി കയറ്റി. അപ്പൊ അവിടുന്ന് ഡോക്ടർ ഇൻഫോം ചെയ്തു 10,000 തൊട്ട് 2 ലക്ഷം വരെയുള്ള സ്റ്റെന്റുകളുണ്ട്, നമുക്ക് ഏത് സ്റ്റെന്റ് ഇടണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പം പപ്പയാണ് ഫോൺ എടുത്തത്. അപ്പം പപ്പ പറഞ്ഞു ഏറ്റവും നല്ല സ്റ്റെന്റ് ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആൻജിയോഗ്രാമിന് വേണ്ടി കയറ്റി. അപ്പൊ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചപ്പം ആൻജിയോഗ്രാം ചെയ്യുന്ന ഡോക്ടറാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെ സ്റ്റെന്റ് ഇടുന്നതിനെ കുറിച്ചും EKG വളരെ പിന്നെ അബ്നോർമൽ ആണ് എന്നുള്ള കാര്യം എന്നോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ മസ്കറ്റിലുള്ള ദൈവസഭ, പിന്നെ ബാംഗ്ലൂരിലുള്ള ദൈവസഭ ഒക്കെ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം സ്റ്റെൻഡ്, എല്ലാവരും വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു സ്റ്റെൻഡ് ഇടേണ്ട അവസ്ഥ വരുത്താതെ ദൈവം അതിനകത്ത് ഒരു ആൻജിയോഗ്രാമിനകത്ത് ഒരു വലിയ വിടുതൽ തരണമെന്ന്. കാര്യം എനിക്ക് പണ്ട് അനുഭവമുണ്ട്, എൻ്റെ ലിവറിനെ സൗഖ്യമാക്കിയ ദൈവം. ആ ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആൻജിയോഗ്രാം കഴിഞ്ഞപ്പം പെട്ടെന്ന് അവിടുന്ന് തന്നെ ഡോക്ടർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അവര് EKG കണ്ടിട്ട് വളരെ അബ്നോർമൽ ആയിരുന്നു, പക്ഷെ അവര് ആൻജിയോഗ്രാം ചെയ്തപ്പോ എന്തോ ഒരു ബ്ലഡ് ക്ലോട്ട് വന്നു പോയതായിട്ട് അറിയാം, പക്ഷെ ആർട്ടറീസ് എല്ലാം ഓപ്പൺ ആണ്, അതുകൊണ്ട് അവരൊരു സ്റ്റെൻഡ് ഇട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഞെരുങ്ങിയ ആ ഞെരുക്കം കർത്താവ് കണ്ടു. ദൈവം ഇച്ചാനെ സൗഖ്യമാക്കി. അപ്പൊ ഇച്ചാൻ ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞ് ആദ്യം ഡോക്ടർ എന്നെ ICU ഇങ്ങനെ വിളിച്ചപ്പം എന്റെ മുന്നിൽ ഭയങ്കര ഒരു ഡാർക്ക്നെസ് ആയിരുന്നു. പെട്ടെന്ന് എന്റെ മൊത്തം ഒരു ഇരുട്ട്. ഞാൻ കട്ടിലോട്ട് നോക്കിയപ്പം എന്റെ ആദ്യത്തെ കുഞ്ഞിന് 3.5 വയസ്സും രണ്ടാമത്തെ കുഞ്ഞിന് 1 വയസ്സും. ദൈവമേ, ഞാൻ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും എന്നുള്ള ഒരു വലിയ ഭാരം എന്റെ മനസ്സിലേക്ക് വന്നിട്ട് ഒരു ഭയങ്കര ഡാർക്ക്നെസ് ആണ്. പെട്ടെന്ന് ഈ ആൽബമൊക്കെ ഒരു ആൽബം പോലെ ഒരു ബുക്ക് എന്റെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ ദൈവം ഞങ്ങളോട് കുടുംബമായിട്ട് പറഞ്ഞ വാക്തത്വങ്ങൾ ഇങ്ങനെ മറിച്ച് എന്നെ കാണിച്ചു. 1-2 പേജ്. ഇവിടുത്തെ എവിടെ നിന്നില്ലാത്ത ഒരു ശക്തി എന്നിലേക്ക് വരികയും ഞാൻ ഭയങ്കരമായിട്ട് ബലപ്പെട്ടു. ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ് എനിക്ക് കിട്ടി. അങ്ങനെ ദൈവം ഒരു സ്റ്റെൻഡ് ഇല്ലാതെ ദൈവം ഇച്ചാനെ ഒരു അസുഖത്തിൽ നിന്നും പുറത്തെടുത്തു. പിറ്റേ ദിവസം അവർ ICUയിൽ വെച്ചു. അടുത്ത ദിവസം അവർ പറഞ്ഞു ഒരു എക്കോ ചെയ്യണമെന്ന് പറഞ്ഞു. എക്കോ ചെയ്തു. എക്കോയ്ക്കകത്ത് നോർമലായിട്ടൊരു ഹാർട്ട് ഫങ്ഷൻസ് കാണുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. ഞങ്ങൾ ഫോളോ അപ്പിന് വേണ്ടി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു വെരി യങ് ഏജ് ആണ് ഇച്ചാന്. ഒരു സ്മോക്കിംഗ് ഹിസ്റ്ററി പണ്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇല്ല. പിന്നെ ട്രോപ്പോനിൻ എന്ന് പറയുന്നത് 900-ഉം ക്രിയാറ്റിൻ കൈനേസ് 1500-ഉമാണ് ആയിരുന്നു അന്നേരം ആൻജിയോഗ്രാം ചെയ്തപ്പം. പക്ഷെ ഒരു മേജർ ഇൻഫീരിയർ ബോൾ MI എന്നാണ് ഇതിന്റെ റിപ്പോർട്ട് വന്നത്. പക്ഷെ അത്രയും വലിയ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടും ഒരു ക്ലോട്ട് പോലും ഇല്ലാതെ, ഒരു സ്റ്റെന്റ് പോലും ഇടാതെ ദൈവം സഹായിച്ച് ഡോക്ടർ തന്നെ അത്ഭുതത്തോടെ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം വീണ്ടും 1 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലേക്ക് ഷോറിൽ ഇങ്ങനെ ഒരു ത്രെഡ്മിൽ ചെയ്യാൻ വേണ്ടി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ ത്രെഡ്മിൽ ചെയ്തു. ഇങ്ങനെ ഹാർട്ടിന് അസുഖം വന്നുകൊണ്ട് ഒരു ത്രെഡ്മിൽ ചെയ്തപ്പം ഡോക്ടർ അന്ന് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കൂലിപ്പണിക്കാരന്റെ ഹാർട്ട് എത്ര സ്ട്രോങ് അത്രയും സ്ട്രോങ് ആണ് നിങ്ങളുടെ ഹാർട്ട്, ഒരു ബുദ്ധിമുട്ട് പ്രയാസവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 2015 ആയപ്പം വീണ്ടും ഞങ്ങളോട് ദൈവം ഇടപെട്ടു അടുത്ത കുഞ്ഞിന് വേണ്ടി. അപ്പം ആദ്യത്തെ 2-3 പ്രഗ്നൻസി ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രഗ്നൻസി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര അടുത്തൊരു പ്രഗ്നൻസിയും ഇനി എങ്ങനെ ആയിത്തീരുമെന്ന് ഓർത്ത് എനിക്ക് വളരെ ഭയമായിരുന്നു. ഞാനിപ്പം ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്നോട് നേരിട്ട് ഇടപെടുവാണെങ്കിൽ എൻ്റെ മനസ്സും കൊണ്ട് ഞാൻ ഒരുങ്ങാം. അങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നു. അന്ന് ഞാനൊരു സ്വപ്നം പോലെ കാണുവാണ്, ഒരു എക്സ്റേയുടെ ഫിലിം. അതിനകത്ത് ഇങ്ങനെ സ്പൈനൽ കോഡാണ് കാണിക്കുന്നത്. സ്പൈനൽ കോഡ് കാണിച്ച് എൻ്റെ താഴ്വശം വന്നപ്പം താഴോട്ട് വന്നപ്പം ഒരു മെയിൽ സെക്സ് ഓർഗൻ. എന്നിട്ട് ഞാനൊരു ശബ്ദം കേൾക്കുക, 6 വർഷം മുമ്പ് നഷ്ടപ്പെട്ട നിന്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചു തരുമെന്ന്. പിറ്റേ ദിവസമായപ്പോ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, അപ്പം ദൈവത്തിന്റെ ടൈമായി എന്ന് പറഞ്ഞ് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി. 2016 ആയപ്പോ ഞാൻ വീണ്ടും ജാനുവരി ഞാൻ കൺസീവായി. എന്നാൽ ആ പ്രഗ്നൻസിയിലും ഞാൻ സ്റ്റെയർ കേസിൽ നിന്നൊക്കെ താഴെ വീണു. ഈ പ്രഗ്നന്റ് ആവുന്ന അറിയുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ താഴെ വീണെങ്കിലും ഒരു പ്രയാസവും എനിക്കുണ്ടായില്ല. ആ പ്രഗ്നൻസി വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. സെപ്റ്റംബർ 26 ആയപ്പം ഞങ്ങൾക്കൊരു ആൺതലമുറയെ ദൈവം തന്നു. കുഞ്ഞിന് 4 മാസം വയറ്റിലുള്ളുമ്പോൾ ദൈവം ഞങ്ങളോട് അവന്റെ പേരിടപെട്ടു, ജെറമയ്യാന്ന്. അങ്ങനെ
ദൈവം ഇടപെട്ട അതേ പേര് ഞങ്ങൾ അവനിട്ടു. അവനിപ്പോൾ 8 വയസ്സ്, അടുത്ത മാസം ആകുമ്പോൾ 9 വയസ്സ് പൂർത്തിയാവും. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് SLE എന്ന് പറഞ്ഞ അസുഖം ഡയഗ്നോസ് ചെയ്തപ്പം എനിക്കൊരു കുഞ്ഞുങ്ങളുണ്ടാവാൻ പ്രയാസമെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം എനിക്ക് ഊനമില്ലാത്ത 3 തലമുറയെ ദാനമായി തന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ദൈവത്തിന്റെ ഒരു നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്ന സമയം തൊട്ട് പണ്ട് തൊട്ടേ ഞങ്ങളോട് ദൈവം ഇടപെടുമായിരുന്നു, നിങ്ങളെ ഞാൻ US അയക്കുമെന്നുള്ളത്. എന്റെ വിവാഹത്തിന് മുമ്പേ തന്നെ ഞാൻ US വരാനുള്ള എക്സാം ഒക്കെ എഴുതിയതാണ്. അതിനുശേഷം 2009 ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ളത് ഫയൽ ചെയ്തു. എന്നാൽ ഒന്നും 2021 വരെ, 2018 അടുത്ത ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയും വരെ, ആ കാലം വരെ ഒന്നും നടന്നില്ല. കാര്യം റെട്രോഗ്രഷൻ ആയിട്ട് ഇവിടുന്ന് വിസ ഒന്നും നമുക്ക് തരുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ബാക്ക്ലോഗ് ആയി കിടക്കുമായിരുന്നു. 2015 ആയപ്പോ ഞാനിങ്ങനെ IELTS എഴുതി. അതിപ്പോ IELTS എഴുതി കഴിഞ്ഞ 2 വർഷം കഴിയുമ്പോൾ അത് എക്സ്പയർ ആയി പോകും. 2015 ആയപ്പോ എന്റെ ഇവിടെ ഉള്ള ലൈസൻസ് എനിക്ക് ഞാൻ എഴുതിയ സ്റ്റേറ്റിൽ എനിക്ക് പുതുക്കാൻ പറ്റാതെ, കാര്യം ഇവിടെ വന്ന് SSN കിട്ടിയാൽ അത് പുതുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ റിന്യൂ ചെയ്യാതെ അതിങ്ങനെ പിന്നെ ഇന്നാക്റ്റീവ് ആയിട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി ഇതെന്ന് നടക്കാന് എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും കർത്താവ് എപ്പോഴും ഇടപെടും, ഞാൻ US അയക്കും എന്നുള്ളത്. എന്നാൽ 2018 ആയപ്പോ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് ഇങ്ങനെ ഒരാൾ എനിക്ക് ഇങ്ങനെ നമ്പർ തന്നു. വേറൊരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ തന്നു. അപ്പൊ ആ വ്യക്തിയെ ഞാനിങ്ങനെ ആ ഒരു സ്ഥലത്തിൽ ജോലിക്ക് കയറാൻ വേണ്ടി ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം ആ പുള്ളി എനിക്കൊരു ഫോർവേഡഡ് മെസ്സേജ് അയച്ചു, ഇങ്ങനെ US പോകാൻ വേണ്ടി പിന്നെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു, ഒരു ഏജൻസിയുടെ നമ്പർ. അപ്പൊ ഞാനിങ്ങനെ ആ ഏജൻസിയെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഞാൻ പണ്ടിങ്ങനെ കൊടുത്തതാണ്, ഒന്നും നടന്നില്ല ഇത്രയും നാൾ, നിങ്ങൾക്ക് എന്റെ I-140 ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവര് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2018 ആണ് വീണ്ടും ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം ഒരു വഴി തുറന്നു തന്നു. അങ്ങനെ 2018 വീണ്ടും ട്രൈ ചെയ്തു. വീണ്ടും എക്സാം ഒക്കെ IELTS എഴുതേണ്ടി വന്നു. IELTS എഴുതി ഒരു പ്രയാസമില്ലാതെ സ്മൂത്ത് ആയിട്ട് ദൈവം കാര്യം ചെയ്തു. 2021 ആയപ്പോ ഞങ്ങൾക്ക് US കടന്നു വരാനുള്ള വിസ സ്റ്റാമ്പ് ചെയ്തു. 2022 ദൈവത്തിന്റെ നീണ്ട കാലം ഞങ്ങൾ കേട്ട വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ സഹായിച്ചു. 22 ജനുവരിയിൽ ഞങ്ങൾ US കടന്നു വരുവാൻ, കുടുംബമായിട്ട് വരുവാൻ ദൈവം സഹായിച്ചു. അപ്പൊ കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായി. വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ദൈവം അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് ഞങ്ങളൊരു സ്വപ്നം കാണുന്നവരെ പോലെ ഞങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ ഒരു 2.5 വർഷം ജോലിക്ക് ചെയ്തപ്പോ കഴിഞ്ഞ് ദൈവം ഞങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന ലേക്ക് ലാൻഡിൽ ഒരു വീട് തന്നു. ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇങ്ങോട്ട് തന്നപ്പം തന്നെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങോട്ട് ജോലി മാറ്റിത്തരുമെന്നുള്ള കാര്യം. എന്നാൽ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അപ്പം ഓഗസ്റ്റ് മാസം 8 തീയതിയാണ് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ മറ്റേ ഹോസ്പിറ്റലില്. 6 തീയതി ആയപ്പം എനിക്ക് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലില് ഇന്റർവ്യൂ സ്കെഡ്യൂളായി. 7 തീയതി ഞാൻ പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ മറ്റേ സ്ഥലത്ത് ജോലിക്ക് കടന്നുപോയി. 8 തീയതി ജോലിയുടെ ലാസ്റ്റ് ഡേയില് 3 മണിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടി, ജോലി കിട്ടിയെന്നുള്ളത്. അങ്ങനെ 9 തീയതി ഞാൻ തിരിച്ച് ലേക്ക് ലാൻഡ് എത്തുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ എന്റെ മെയിലിൽ വന്നു. അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം വാക്ക് പറഞ്ഞായിരുന്നു 9-ാം മാസം
ഒരു ജോലി ഒരുക്കി തരുമെന്ന്. അങ്ങനെ കറക്റ്റ് സെപ്റ്റംബർ മാസം 9 പുതിയ സ്ഥലത്ത് എനിക്ക് ജോലിക്ക് കയറുവാൻ സഹായിച്ചു. ഇപ്പോൾ അവിടെ ജോലിയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ കുടുംബമായി ഇതുവരെയും നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് ഇതുവരെ നടത്തിയ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. ശത്രു തകർത്ത് കളയണമെന്ന് തോന്നിയ സ്ഥാനത്തൊക്കെയും ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ച് ഇവിടെ വരെയും കൊണ്ടെത്തിച്ച ദൈവം. വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്. ലിപ്സി പറഞ്ഞതുപോലെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നൊക്കെ വിടുവിച്ച് ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കും. വാക്ക് പറഞ്ഞാൽ കർത്താവ് മാറാത്ത ദൈവമാണല്ലോ. ആ കർത്താവ് ഇനിയും പിന്നെയും നിങ്ങളെ ആ ദേശത്ത് കുടുംബമായി അനുഗ്രഹത്തോടെ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അനേകർക്ക് ഒരാശ്വാസമായി കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ആ ദേശത്ത് പ്രവർത്തിക്കാനും പ്രയോജനപ്പെടുവാനും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഒരു വാക്ക് ലിപ്സി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് കേൾക്കുന്ന അനേകർക്ക് അതൊരു വിടുതലായി തീരുവാൻ, ഒരാശ്വാസമായി തീരുവാൻ, അനേകർ ദൈവത്തെ ഇത് മുഖാന്തരം രുചിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം ഉയരുവാൻ കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഹല്ലേലൂയ. സ്തോത്രം. ഈ ചാനലിനെ എന്റെ ഹല്ലേലൂയ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. ഇത് കാണുന്ന ഓരോ വ്യൂവേഴ്സിനെയും കർത്താവ് ബ്ലസ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഓക്കെ 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 ലിപ്സി, താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ.